വിവാഹ പർച്ചേസുകൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളും ആനുകൂല്യങ്ങളും. സാരികളുടെയും ലേഡീസ് വെയറുകളുടെയും വലിയൊരു ലോകമൊരുക്കി ലേഡീസ് സെക്ഷൻ. ഇമ്മാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. ഓൾസോ അറ്റ് കണ്ണൂർ, കാഞ്ഞങ്ങാട് ആൻഡ് ഇരിട്ടി. ശക്തമായ വേനൽ മഴയിലുണ്ടായ മണ്ണിടിച്ചിലിൽ വീടിന്റെ മതിൽ തകർന്നു. ആളപായമില്ല. കൂറ്റനാട് കരിമ്പ കോട്ടപ്പാടത്തായിരുന്നു സംഭവം. കൂറ്റനാട് കരിമ്പ കോട്ടപ്പാടത്താണ് വേനൽമഴയിലുണ്ടായ മണ്ണിടിപ്പിൽ വീടിന്റെ മതിൽ തകർന്നത്. പ്രദേശത്ത് വലിയ അപകട സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. കോട്ടപ്പാടം കരിമ്പ കുണ്ടുകാട് റോഡിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. കുണ്ടിൽ പീടികയിൽ സഗീറിന്റെ വീടിന്റെ മതിൽ മണ്ണൊലിപ്പിൽ പൂർണ്ണമായും തകർന്നു. അയ്യപ്പൻകുന്ന് എന്നറിയപ്പെടുന്ന കുന്നിലെ മണ്ണെടുത്ത ഭാഗം ഇടിഞ്ഞ് അപകടമുണ്ടായത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. പ്രദേശത്ത് പെയ്ത വേനൽമഴയിൽ കുന്നിലെ മണ്ണ് അയഞ്ഞ നിലയിലായിരുന്നു. രാത്രി പെയ്ത കനത്ത മഴയോടെ മണ്ണ് വൻതോതിൽ ഒലിച്ച് താഴെയുള്ള വീട്ടുപറമ്പിലേക്ക് എത്തുകയായിരുന്നു. ഏകദേശം 10 മീറ്ററോളം മതിൽ പൂർണ്ണമായും തകർന്നു വീണു. ബാക്കിയുള്ള മതിലിന്റെ ഭാഗങ്ങൾ ഏത് നിമിഷവും തകരാവുന്ന നിലയിലാണ്. മതിലിന് പുറമെ കുത്തിയൊലിച്ചു വന്ന വെള്ളം വീടിന്റെ കോമ്പൗണ്ട് മതിലിലും വലിയ കുഴി രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വീടിന്റെ അടിത്തറയ്ക്ക് തന്നെ ഭീഷണി ഉയർത്തുന്ന അവസ്ഥയാണ്. വേനൽമഴയിൽ തന്നെ ഇത്രയും വലിയ അപകടമുണ്ടായ സാഹചര്യത്തിൽ വരാനിരിക്കുന്ന കാലവർഷത്തിൽ വീട് പൂർണ്ണമായും അപകടത്തിലാകുമോ എന്ന ഭീതിയിലാണ് വീട്ടുകാർ. ഇന്ന് പുലർച്ചെ 2:02 കൂടിയിട്ട് റോട്ടിൽ നിന്ന് ഒരു ശബ്ദം കേട്ടിട്ട് ലൈറ്റിട്ട് നോക്കുമ്പോഴാണ് മേലെന്നുള്ള മണ്ണും വെള്ളവും കൂടി കുത്തിയൊലിച്ച് റോട്ടിലേക്ക് ഇറങ്ങി എൻ്റെ മതിൽ തകർത്ത് വെള്ളം വീടിന് ചുറ്റും ഒഴുകുകയും ബാക്കിലത്തെ മതിലടക്കം തകരാൻ സാധ്യതയുള്ള രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും ഭയങ്കര ഭീഷണിയിലാണ്, ഇന്ന് തന്നെ ഭീഷണി എന്ന രീതിയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവർ അതിന് ഒരു മാർഗം കണ്ടെത്തണമെന്ന്, പരിഹാരം കണ്ടെത്തണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഒരു സ്ഥിരമായിട്ടുള്ള ഒരു പരിഹാരം ഈ ഭീഷണിക്ക് സ്ഥിരമായിട്ടുള്ള പരിഹാരം കണ്ടെത്തണം. അയ്യപ്പൻകുന്നിൽ നടക്കുന്ന വ്യാപകമായ മണ്ണെടുപ്പ് ഇപ്പോഴത്തെ അപകടത്തിന് പ്രധാന കാരണമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. വീടിനും കുടുംബത്തിനും ഭീഷണിയായ ഈ സാഹചര്യം ഒഴിവാക്കാൻ ബന്ധപ്പെട്ട അധികൃതർ ഉടൻ ഇടപെടണമെന്നും ആവശ്യമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നും വീട്ടുകാർ ആവശ്യപ്പെട്ടു.